ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇറ്റ്സ് മീ ഡോക്ടർ ട്രേഡർ. ഇൻട്രാഡേ ട്രേഡ് അനലൈസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാളത്തേക്ക് വേണ്ട പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻറ്റുകൾ ഏതൊക്കെ എന്നാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. നിഫ്റ്റിയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞ സെയിം ലെവലുകൾ തന്നെയാണ് നാളത്തേക്കും കൂടി എക്സ്പെക്റ്റ് ചെയ്യുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം 18,308, 320 ഇന്ന് നല്ലൊരു സപ്പോർട്ട് ലെവലാണ്, അതുപോലെ ലോ പോയിൻ്റ് കൂടിയാണ്. അതുകൊണ്ട് ഈ ഒരു ലെവൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിഫ്റ്റി നാളെ 18,284 റേഞ്ചിലോ അതിൻ്റെ ബിലോ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ 18,320 ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് കോൾ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 18,344, 356 ആണ്. അതൊരു ചെറിയൊരു ടാർഗറ്റാണ്. ആ ഒരു ലെവലും കൂടി ബ്രേക്ക് ഔട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ലെവൽ വരുന്നത് 18,386. ആ ഒരു ലെവലും കൂടി ബ്രേക്ക് ഔട്ട് നടന്നില്ലെങ്കിൽ ഇന്നത്തെ ദിവസത്തെ ഈ ഒരു ലെവലിലേക്കും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. ചെറിയ ചെറിയ ടാർഗറ്റുകൾ മാത്രം ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ചെറിയൊരു സ്കാൽപ്പിംഗ് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി മാത്രമേ ഇനി നോക്കാൻ വേണ്ടി പാടുകയുള്ളൂ. എക്സ്പെക്റ്റ് ചെയ്തതുപോലെ ഹ്യൂജ് ആയിട്ടുള്ള ടാർഗറ്റൊന്നും മാർക്കറ്റിൽ കിട്ടാൻ വേണ്ടി കഴിയുന്നില്ല. അതുകൊണ്ട് ഈ ഓരോ ലെവലുകളും ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുക. അതിനനുസരിച്ച് ക്വിക്കായിട്ടുള്ള ബ്രേക്ക് ഔട്ടൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ട്രേഡ് ഹോൾഡ് ചെയ്ത് വെച്ച് നെക്സ്റ്റ് ടാർഗറ്റിലേക്ക് പോവുക. അതല്ല എങ്കിൽ റിവേഴ്സിലൊക്കെ വരുന്നുണ്ടെങ്കിൽ ട്രേഡ് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി അടുത്തൊരു പ്ലാൻ എന്ന് പറയുന്നത് നാളെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഏകദേശം 18,439 ഈ ഒരു റേഞ്ചിലാണ്. ഈ ഒരു റേഞ്ചിൻ്റെ അടുത്തായിട്ടാണ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് 18,408 ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് ഈ ഒരു ലെവലാണ്, അല്ലെങ്കിൽ ഈ ഒരു ലോ പോയിന്റിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ എബോവ് നാളെ ബ്രേക്ക് ഔട്ട് നടന്ന് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ SLA ട്രയലിംഗ് ചെയ്ത് മാത്രം ഈ ഒരു ഫുൾ ടാർഗറ്റ് ക്യാച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ടാർഗറ്റ് 18,538, 527ലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇത്രയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് നാളത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ടൊന്നും വലിയൊരു ടാർഗറ്റ് ഒന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. ഇന്ന് മാർക്കറ്റ് ക്ലോസ് ചെയ്ത് ഈ ഒരു ലെവൽ നോക്കുക. ഈ ഒരു ലെവൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നല്ലൊരു സൈഡ് വേസ് മൂവ് തന്നെയാണ്. അതുകൊണ്ട് SLA ട്രയലിംഗ് ചെയ്ത് മാത്രമേ ഏതൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കാൻ വേണ്ടി പാടുകയുള്ളൂ. നിങ്ങൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് മാർക്കറ്റ് നീങ്ങുന്നു എന്ന് കണ്ടാൽ യാതൊരു ഇമോഷൻ്റെ പേരിലും ട്രേഡ് ഹോൾഡ് ചെയ്യാൻ വേണ്ടി പാടുകയില്ല. കിക്കായിട്ട് ലോജിക്ക് അനുസരിച്ചിട്ട് ക്ലോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഇനി ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ചെറിയൊരു വേരിയേഷൻ വരുത്തിയിട്ടുണ്ട്. ബാങ്ക് നിഫ്റ്റിയിൽ 42,610 ഈ ഒരു ലെവൽ നല്ല രീതിയിൽ തന്നെ ഇന്ന് റെസിസ്റ്റൻ്റ് ആക്ട് ചെയ്തിട്ടുണ്ട്. പിന്നീട് ഒരു റിവേഴ്സലാണ് വന്നത്, നല്ലൊരു ഫാളാണ് വന്നിരിക്കുന്നത്. എന്നിരുന്നാലും ബാങ്ക് നിഫ്റ്റി നാളെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ 42,328 റേഞ്ചിൽ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ 397 ലെവൽ ബ്രേക്ക് ഔട്ട് നടന്നിട്ട് അപ് ട്രെൻഡിലേക്ക് പോകുന്ന സമയത്ത് എൻട്രി എടുക്കാവുന്നതാണ്. കോൾ ഓപ്ഷനിലേക്ക് പോകാവുന്നതാണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 42,559ലേക്കാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലെവലിലേക്കും റെസിസ്റ്റൻറ്റിലേക്കുമാണ് 42,610ലേക്കുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റി നാളെ ഈ ഒരു റേഞ്ചിലൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നത് എങ്കിൽ ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് നടക്കാൻ വേണ്ടി കഴിയുന്നുണ്ടെങ്കിൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകാം. പിവറ്റ് പോയിൻ്റ് വെച്ചിട്ട് അടുത്തൊരു ടാർഗറ്റ് എവിടെയാണോ വരുന്നത് ആ ഒരു ലെവലിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുന്നതാണ്. ഇനി മാർക്കറ്റ് നാളെ ഒരു ചെറിയൊരു ഫ്ലാറ്റിഷ് ഓപ്പണിങ്ങോ അല്ലെങ്കിൽ ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഈ ഒരു ലോ പോയിൻ്റ് 397 ലോ പോയിൻ്റ് ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് പുട്ട് ഓപ്ഷനിലേക്ക് പോകാം. എക്സ്പെക്റ്റ് ചെയ്യുന്ന ഫസ്റ്റ് ടാർഗറ്റ് 42,328, സെക്കൻഡ് ടാർഗറ്റ് ഈ ഒരു ലോ പോയിൻ്റ് ലെവൽ വരുന്നത് 42,231, തേർഡ് ടാർഗറ്റ് ഈ ഒരു സപ്പോർട്ട് സോണിലേക്കുമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇത്രയും ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി ആണ് നാളത്തേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഈ ഓരോ ലെവലുകൾ വെച്ച് റിവേഴ്സൽ അല്ലെങ്കിൽ ബ്രേക്ക് ഔട്ട് നടക്കുന്ന സമയത്ത് ട്രേഡ് എടുക്കാൻ വേണ്ടി ശ്രമിക്കാവുന്നതാണ്. ചെറിയ ചെറിയ ടാർഗറ്റ് മാത്രം, സ്കാൽപ്പിംഗ് മാത്രം ചെയ്തിട്ട് മാർക്കറ്റിൽ നിന്ന് പിന്മാറാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഇൻട്രാഡേ സജഷനായിട്ട് പറയാനുള്ളത് ആക്സിസ് ബാങ്ക് ആണ്. ആക്സിസ് ബാങ്കിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി മാത്രമാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നില്ല, കാരണം ചിലപ്പോൾ ഒരു ചെറിയൊരു ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു ടാർഗറ്റ് മാത്രമേ ക്യാച്ച് ചെയ്യാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട്
സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകുന്നില്ല. ബൈയിങ് ഓപ്പർച്യൂണിറ്റി വരുന്നത് 862 ലെവൽ ബ്രേക്കൗട്ട് നടക്കുന്ന സമയത്താണ്. എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 869 ടാർഗറ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. ഇന്ന് പറഞ്ഞ ലെവലുകൾ തന്നെയാണ്. ഈ ഒരു ലെവൽ ബ്രേക്കൗട്ട് നാളെ വരികയാണെങ്കിൽ 1076 ലെവൽ ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ ഈ ഒരു ലെവലിലേക്കാണ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 1067 ഒരു ചെറിയൊരു സപ്പോർട്ട് ഏരിയ ആണ്. അതുപോലെ ഫൈനൽ ടാർഗറ്റ് നെക്സ്റ്റ് ഒരു ഹ്യൂജ് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 1058. അതിന് വലിയൊരു സപ്പോർട്ട് ഏരിയ വരുന്നത് 1048 ലെവലാണ്. ഇനി മാർക്കറ്റ് വീണ്ടും റിവേഴ്സലാണ് വരുന്നതെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇന്ന് ചെറിയൊരു എക്സ്പെക്റ്റ് ചെയ്തുള്ള നല്ലൊരു മൂവ്മെൻറ്റ് ടാർഗറ്റ് ക്ലിയർ ആയിട്ട് ക്യാച്ച് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും മാർക്കറ്റ് വീണ്ടും ഈ ഒരു ലെവലിൽ വെച്ച് ഈ ഒരു ലെവൽ റിവേഴ്സലാണ് വരുന്നതെങ്കിൽ ക്ലോസ് ചെയ്യുക. അതല്ലെങ്കിൽ ഈ ഒരു ലെവലിലേക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി അടുത്തത് SBI ബാങ്കാണ്. SBI ബാങ്ക് ഒരു ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് നാളെ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. 603 ലെവൽ ബ്രേക്കൗട്ട് നടന്ന് മൂവ്മെൻറ്റ് നടക്കുന്ന സമയത്ത് എക്സ്പെക്റ്റ് ചെയ്യുന്ന ടാർഗറ്റ് 611 609 ലെവലാണ്. ഇനി മാർക്കറ്റ് വീണ്ടും ഈ ഒരു റിവേഴ്സ് ഫാള് വരികയാണെങ്കിൽ ചെറിയൊരു ടാർഗറ്റ് മാത്രമേ നമുക്ക് ക്യാച്ച് ചെയ്യാൻ വേണ്ടി കഴിയൂ. ചിലപ്പോൾ ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സിൽ വരാം. അതുകൊണ്ട് ഈ ഒരു ട്രേഡ് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി അവോയ്ഡ് ചെയ്യുക എന്ന് തന്നെയാണ് പറയാനുള്ളത്. ചെറിയ ചെറിയ ടാർഗറ്റ് മാത്രമേ എക്സ്പെക്റ്റ് ചെയ്യാൻ വേണ്ടി കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി അവോയ്ഡ് ചെയ്യുക എന്ന് പറയാനുള്ളത്. എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഒന്നിക്കൽ ഈ ഒരു ലെവലിൽ നിന്ന് റിവേഴ്സൽ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ബ്രേക്കൗട്ട് ഈ ഒരു ലെവലിൽ വെച്ച് ബ്രേക്കൗട്ട് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റിയാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സേഫായിട്ട് ട്രേഡ് ചെയ്യുക. താങ്ക് യു.